ഹലോ. അപ്പോൾ അങ്ങനെ ഈ കൊല്ലത്ത് ചക്ക പറിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചക്ക ഒരുപാട് ഇഷ്ടമാണല്ലോ എല്ലാവർക്കും. അങ്ങനെ നമ്മളെ വീട്ടിൽ ഈ കൊല്ലത്തിൽ ആദ്യമായിട്ട് ചക്ക പറിക്കുന്നതാണ്. ഒരു 2-3 കൊല്ലമായിട്ട് ചക്ക കിട്ടൽ കുറവായി ഇപ്പോൾ വീട്ടിൽ. അങ്ങനെ ഇപ്പോൾ ഒരു 5-6 ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരുടെയും കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതാ ഇങ്ങനെ കാണുന്നുണ്ട്, ഇത് ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട് ചക്ക. അപ്പോൾ എല്ലാവരുടെയും കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോ പീസാക്കി മാറ്റി വെക്കാം. ഒരു 7-8 വീടുണ്ട്, ഏട്ടൻ്റെ അനിയന്മാരുടെ വീടൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവർക്കും കൊടുക്കാം. ഇത് ഏട്ടൻ്റെ ഭാര്യയാണ്. അപ്പോൾ അങ്ങനെ ഓർക്ക് ചക്ക കൊണ്ടെടുത്ത് അങ്ങനെ ഇനിയും 5-6 വീടുണ്ട്, അവിടെ കൊണ്ടെടുക്കുക. അപ്പോൾ എല്ലാവരുടെയും വീഡിയോ എടുക്കാൻ പറ്റില്ല. നല്ല ജോളിയായിരുന്നു. അങ്ങനെ എല്ലാവരുടെയും കൊണ്ടുകൊടുത്ത് വീട്ടിലെത്തി. നിങ്ങൾ വിചാരിക്കുന്നത് ഇപ്പോൾ ഞാനായിരിക്കും ഇതെല്ലാം തീർത്ത് മുറിച്ചിട്ട് വന്ന്. സത്യമായിട്ട് ഞാനല്ല. ഇത് എനിക്ക് വലിയ ഇതൊന്നുമില്ല, ചെറിയ രീതിയിലൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്ത് തരും. ഇത് എൻ്റെ സ്വന്തമായിട്ട് എൻ്റെ ഭാര്യ. അപ്പോൾ ചക്കേൻ്റെ പണിയെല്ലാം അമ്മയും എടുത്തായിരിക്കും നോക്കുക. ഞാനെപ്പോൾ തിന്നുന്ന മാത്രം. ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ അതെല്ലാം പിടിച്ച് ഇരിക്കുന്നത്. ഇപ്പോൾ ചക്ക പഴുത്താലേതില്ല, പച്ച ആയാലേതില്ല, കിട്ടുന്ന സമയത്ത് തിന്നോളാം, അങ്ങനെയുള്ളൊരു ചിന്തയിൽ പെട്ടത് എൻ്റെ മോൾ. അപ്പോൾ ഒക്കെ ഒരുപാട് ഇഷ്ടം ചക്ക. പിന്നെ വീട്ടിൽ പുഴുങ്ങിയ ചക്ക കേട്ടും തിന്നൂല, പച്ച പഴുത്തത് അതാ തിന്നും. അപ്പോൾ അങ്ങനെ ഓർക്കെടുത്ത് വെച്ച് മോളിപ്പോൾ നിന്നെടുത്ത് ഏകദേശം പകുതി നമ്മളിപ്പോൾ പുഴുങ്ങാൻ എടുത്തിട്ട് ചക്ക പകുതി കൊടുത്തുനിന്ന് തീർക്കും. അത്രയ്ക്കൊക്കെ ഇഷ്ടം ചക്ക. ചക്ക മുറിച്ചിട്ട് തന്നെ അറിഞ്ഞൂടാത്തത് കൊണ്ട് കത്തിയെല്ലാം മാറ്റി ഞാൻ വാങ്ങുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ? എനിക്കിങ്ങനെ അറിഞ്ഞൂടത്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 7-8 കൊല്ലമായി. എനിക്ക് ഇതുവരെയായിട്ട് ചക്ക അരിഞ്ഞിടാൻ എനിക്ക് അറിഞ്ഞൂട. ഒരു ഇലാക്കി തന്നാൽ നല്ലോണം അടിച്ച് കയറ്റും. ഇത് വൈകുന്നേരം ചായക്കെല്ലാം റെഡിയാക്കുന്നത്. ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അമ്മയായിരിക്കും തന്നെ മുറിച്ചിട്ട്. ഞാൻ എണീച്ചങ്ങ് പോവും. എന്തെങ്കിലും പേരും പറഞ്ഞിട്ട് ഞാനങ്ങ് വയ്യുക വീടുന്ന്. അപ്പോൾ ഇത് മുറിച്ചിട്ട് വലിയ ശീലമില്ല എനിക്ക്. അപ്പോൾ അമ്മയും എടുത്തെല്ലാമ്പോൾ നല്ല സ്പീഡിലായിരിക്കും. അപ്പോൾ എനിക്ക് അത്ര സ്പീഡ് പോരാ. അതുകൊണ്ട് ഞാൻ ഈ പണിക്ക് നിൽക്കില്ല. ഞാൻ എന്ത് പണിയെടുക്കുന്നതാണെങ്കിൽ പതിയായിരിക്കും എടുക്കുക. കുറേ സമയം എടുത്ത് അങ്ങനെ. അങ്ങനെ അമ്മ വന്ന് ചക്ക മുറിച്ചിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ സീറ്റങ്ങ് അമ്മക്ക് കൊടുത്ത്. അപ്പോൾ പുഴുങ്ങാൻ വേണ്ടിയിട്ടുള്ളതെല്ലാം റെഡിയാക്കി വെക്കാമെന്ന്. അപ്പോൾ അമ്മ നല്ല സ്പീഡിലായിരിക്കും എൻ്റെ പണിയെല്ലാം നോക്കുക. എനിക്ക് അത്ര സ്പീഡ് പോരാ. അതുകൊണ്ട് പിന്നെ ഞാൻ ഇനി നിൽക്കില്ല. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് നേരം അവിടെ ഇരുന്നത്. അപ്പോൾ അങ്ങനെ അമ്മയും എടുത്തി 2 ആൾ കൂടിയിട്ട് 2 വീട്ടിലേക്കുള്ള ചക്ക അരിഞ്ഞിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവിടെ നല്ല സ്പീഡായിരിക്കും. അപ്പോൾ നമ്മൾ അധികം ചക്ക എല്ലാം പറിക്കുന്ന സമയത്ത് 2 വീട്ടിലേക്കുള്ളത് അമ്മയായിരിക്കും പുഴുങ്ങുക. അപ്പോൾ ഏട്ടൻ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടം അമ്മയിലാക്കുന്ന ഫുഡ്. അത് ആർക്കായാലും അമ്മക്കൊക്കെയായാലും ഉമ്മക്കൊക്കെയായാലും അമ്മയിലാക്കുന്ന ഫുഡ് ഒരുപാട് ഇഷ്ടമാണല്ലോ. അപ്പോൾ അങ്ങനെ അധികം അമ്മ തന്നെ ആയിരിക്കും ഇങ്ങനത്തെ പണിയെല്ലാം. അപ്പോൾ അങ്ങനെ ചക്ക എല്ലാം മുറിച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള കൂട്ട് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് കുറച്ച് മഞ്ഞൾ, മുളക്, ഉപ്പ് കുറച്ച് വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ട് അതിൽ ചേർക്കുക. കുറച്ച് വെള്ളം ചേർത്ത് അതിലോട്ട് തേങ്ങ, പച്ചമുളക്, ചെറിയുള്ളി, ഇഞ്ചി, ഉപ്പ് ഇങ്ങനെയുള്ള സാധനം റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു മിക്സിയിലിട്ട് ഒതുക്കിയിട്ട്. അപ്പോൾ അതെല്ലാം ചേർത്ത് മിക്സാക്കി എടുത്ത് കായ്മുളക്, കറിവേപ്പില ഇട്ട് വറലയിച്ചിട്ട് എടുത്താൽ പിന്നെ എന്ത് പറയാനാ,
ഉഷാറായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് കാണാം. ടാറ്റ, ബൈ ബൈ.